അങ്ങനെ നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിന്റെ JSK എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ്. ജാനകി വി വാസസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഡയറക്റ്റഡ് ബൈ ആരുടെ പ്രവീൺ നാരായണൻ. പുള്ളി തന്നെയാണ് കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം. പ്രൊഡ്യൂസ്ഡ് ബൈ ജാസ്തി ഫനീന്ദ്ര കുമാർ. നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു. ഗിരീഷ് നാരായണൻ മ്യൂസിക്, റനദേവിന്റെ സിനിമാറ്റോഗ്രാഫി, സംജിത് മുഹമ്മദിന്റെ എഡിറ്റിംഗ്, ജിബ്രാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെന്താ പറയുക സേതുരാമൻ നായർ കോ പ്രൊഡ്യൂസർ. അഭിനയിച്ചിരിക്കുന്നവർ, ഞാൻ അനുപമ പരമേശ്വരൻ എന്ന് പറഞ്ഞു തുടങ്ങുമായിരുന്നു. അഭിനയിച്ചിരിക്കുന്നവർ സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ, അഷ്കർ അലി, പിന്നെ സുരേഷ് ഏട്ടൻ്റെ മോനുണ്ട്, ഇളയ മോനില്ലേ, പുള്ളിക്കാരൻ സിനിമയിലുണ്ട് കേട്ടോ. അവൻ്റെ പേരെന്തിരടായി, മാധവ് സുരേഷ് ഗോപി. മാധവ് സുരേഷ് ഉണ്ട്. പഴയ രഞ്ജിത്ത് മേനോൻ സിനിമയിലുണ്ട്. രഞ്ജിത്ത് മേനോൻ. ബൈജു ചേട്ടനുണ്ട്, ശ്രുതി രാമേന്ദ്രൻ, ദിവ്യ പിള്ള, പിന്നെ എടാ നമ്മുടെ മറ്റേ ചേട്ടൻ ഇല്ലടാ, പഴയ കുറെ പടത്ത് യദുകൃഷ്ണനാണോ എനിക്ക് ചേട്ടൻ്റെ ആ കിരീടത്തിലൊക്കെ ഉള്ള ചേട്ടനില്ലേ, കിരീടം ചെങ്കോൽ അതിലൊക്കെ ഉള്ള ആ ചേട്ടൻ തന്നെ, യദുകൃഷ്ണൻ ചേട്ടൻ ഈ സിനിമയിലുണ്ട്. പുള്ളിനെ കുറെ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ കാണുന്നത്. പുള്ളിന്റെ റോള് നൈസായിരുന്നു കേട്ടോ, സത്യസന്ധമായിട്ട് പറയണമല്ലോ, അടിപൊളിയായിരുന്നു. അപ്പൊ ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ആൻഡ് മൊത്തത്തിൽ പടം ഒരു പ്ലിങ്ങി പടം എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ എന്താ ഞാനിപ്പോ എങ്ങനെ പറയാനായിരുന്നു ഇതിനെ കുറിച്ച്. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സത്യസന്ധമായിട്ട് പറയാമല്ലോ. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കേസ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് ആ സിനിമയിൽ ഒരിടത്തും പരാമർശിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാതെ ആയിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അവർ എന്തോ സെൻസർ ബോർഡ് എന്തോ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് ഒരു എന്താ പറയാ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഈ ഒരു കേസായിട്ടോ ഈ സിനിമയായിട്ടോ ഇല്ല. അതുകൊണ്ട് ഒരു സിനിമ കണ്ട ഒരു പ്രേക്ഷകന്റെ എന്താ പറയാ ഒരു അഭിപ്രായം മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരേഷ് ഗോപി അറ്റ് സം പോയിന്റ്സ് വാസ് നൈസ്. പുള്ളി മറ്റേ വാദിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എന്താ മറ്റേ നിങ്ങൾക്ക് മാവൻ കോടീശ്വരല്ലേ പുള്ളി പറഞ്ഞ മറ്റേ സാധനമുണ്ട്, ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ അറ്റ് സം പോയിന്റ്സ്, ഫ്യൂ പോയിന്റ്സ് ഭയങ്കര മൈന്യൂട്ടായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പുള്ളീൻ്റെ ഫേസിലും ആ ഒരു എന്താ പറയുക ബോഡി ലാംഗ്വേജ് മാനറിസം കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് വലുതായിട്ടൊന്നും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 പടമായിട്ട് ഞാൻ ഇത് തന്നെ പറയണം. മേഹൂബ് മൂസയായാലും പാപ്പനായാലും മറ്റേ കാവലനായാലും എല്ലാത്തിലും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. കാവൽ അതില്. പക്ഷെ അതിലും പാപ്പനിലായാലും കാവലിലായാലും ചെറിയ സാധനമുണ്ട്. മറ്റേ ചാരമാണെന്ന് കരുതി ചകയാൻ നിൽക്കണ്ട, കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളൂ എന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ, അതൊക്കെ പക്ക പ്ലേസ്മെന്റ് ആയിരുന്നു, പക്ക എക്സിക്യൂഷൻ ആയിരുന്നു, പക്ക എന്താ പറയാ ഒരു വിഡ്രോവലായിരുന്നു പുള്ളീൻ്റെ നിന്ന്. അപ്പൊ ഇവിടെ പറയുമ്പോഴത്തേക്കും ആ വക സംഭവങ്ങളൊന്നും നമ്മൾ ഫാൻസിനെ അടിച്ചു പൊളിക്കാനുള്ള ഒരു സാധനങ്ങളും ഇല്ല. പുള്ളി വരുന്നു, ജസ്റ്റ് ലൈക്ക് അതർ ക്യാരക്ടേഴ്സ്, അങ്ങനെ കുറെ ആ ഒരു കേസ് ഇൻസിഡന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ കഥേന്റെ ഫ്ലോയോട് ഇങ്ങനെ പോകുന്നു. അനുപമ പരമേശ്വരൻ ഹാസ് ആക്ടഡ് നൈസ്ലി ഇൻ ദിസ് മൂവി എന്ന് എനിക്ക് വലിയ ആലോചനയൊന്നും ഇല്ലാതെ പറയാം. കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്ര നൈസ് എന്ന് ശരിയാ അങ്ങനെ പറയാനുള്ളത്. ഓക്കെ, വലിയ തെറ്റില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രം പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. ശ്രുതി രാമേന്ദ്രൻ ക്ലൈമാക്സ് അടുപ്പിച്ചാണ് വരുന്നത്. പുള്ളിക്കാരി ആസ് എ ലോയർ നല്ലവണ്ണം പുള്ളിക്കാരിന്റെ ഭാഗത്തുനിന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളത് അഷ്കർ അലി മച്ചാന്റെ മറ്റേ കണ്ണ് കാണാൻ നടക്കുന്ന ഒരു പടമുണ്ട്, അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ മറ്റേ ഹണിബി 2.5 ഞാൻ കാണാൻ നിന്നില്ല, കുറച്ച് കണ്ടിട്ട് ഞാൻ അണച്ചു വെച്ചു. ആ പടത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ ആ പടം അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നന്നാവും, നിങ്ങളും നന്നാവും. പക്ഷെ പറയണമല്ലോ, കാണുന്ന കാര്യം പറയണമല്ലോ, മുഖത്തൊന്നും വരുന്നില്ല. പുള്ളീന്റെ ചില ഷോട്ടൊക്കെ ഉണ്ട്, ഡയലോഗ് പറഞ്ഞ് തീർത്തിട്ടും പുള്ളീന്റെ ഫേസിലോട്ട് ക്യാമറ ഇങ്ങനെ ഫോക്കസിൽ വെച്ചിട്ടുണ്ട്. എന്താവശ്യമാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവം എന്തിനായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. പുള്ളി ഇങ്ങനെ കണ്ണും വിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഒരു ഷോട്ടിൽ ഭയങ്കര എവിഡന്റ് ആയിട്ട് നമുക്ക് കാണുന്നത്. നമുക്ക് ഭയങ്കര ഒരു വൾഗാരിറ്റി ഫീൽ ചെയ്യേ, ഇതെന്തിനാണ് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവും. പിന്നെ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഇളയ മകൻ, പുള്ളീൻ്റെ ഫസ്റ്റ് പടമാണ്, അതിൻ്റെതായ എല്ലാ ഭാഗപ്പിഴകളൊക്കെ ഉണ്ടാവാം, ഇനി നന്നാവാം.
അതുകൊണ്ട് പുള്ളീന്റെ ആക്ടിങ്ങിൽ ഞാൻ വലിയ ജഡ്ജ്മെന്റ് വെക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു സിനിമ അഭിനയിച്ചാൽ പോലും ഫസ്റ്റ് പടം നീ എത്ര പണം പറഞ്ഞിട്ട് നീ ഒരു സിനിമ അഭിനയിച്ചോക്കണേ എന്ന് പറയണമാരത്തോടാണ് അവന്മാരോടാണ്. ഞാൻ ആദ്യത്തെ പടം അഭിനയിച്ചാലും അത്ര മറ്റേ പൊളപ്പൻ അഭിനയം എന്നൊന്നും ഞാൻ ഉണ്ട്. അങ്ങനത്തെ കുറെ ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ, കുറെ പേരുണ്ട് ഫസ്റ്റ് പടത്തിൽ തന്നെ അടിച്ചു പൊളിച്ച് ചെയ്യുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ ആരുടെ ഇപ്പോ നമ്മുടെ ഹൃദു ഹരുൺ എന്ന് പറഞ്ഞ ആ മച്ചാനില്ലേ മുറയിലൊക്കെ ഉള്ള മച്ചാന്റെ പേര് അങ്ങനെ ആ പടത്തില് പുള്ളീന്റെ അഭിനയം കിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ സന്ദീപൊക്കെ തുടക്കം കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫാലിമീല കഥാപാത്രം അറ്റ് സം പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ മച്ചാന് നന്നായി വരാം, ബട്ട് ഈ പടത്തില് വലുതായിട്ടൊന്നുമില്ല. അപ്പം കഥാപരമായിട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് തന്നെ പോയി. സെക്കൻഡ് ഹാഫിൽ അവർ എന്തൊക്കെയൊക്കെയോ കാണിച്ചു കൂട്ടി വെച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത്. മൊത്തം ഒരു എന്താ പറയുക, ഒരു ഗുംനെസ് ഇല്ല. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കോർട്ട് റൂം ഡ്രാമ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും മറ്റേ ചിന്താമണി കൊലക്കേസ് പോലത്തെ സിനിമ ഒന്നും തലയിൽ വെച്ചുകൊണ്ട് പോവരുത്. അത് ഇത് റേ. അതുപോലെ എനിക്ക് ഒരു ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയ സംഭവമുണ്ട്. ഇതില് തുടക്കത്തിൽ ഒരു കേസിനെ കുറിച്ച് അവർ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. തുടക്കത്തിൽ ജോയ് മാത്യു ഒക്കെ ഒരു പോപ്പിന്റെ ക്യാരക്ടർ ഇട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നൊക്കെ അങ്ങനെ കുറെ സംഭവങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അന്നത്തെ എന്താ പറയാ ആ ഒരു പൊളിറ്റിക്സ് ആയാലും മതപരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അവർ തുടക്കത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ആ കേസിനെ കുറിച്ച് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് അടുത്തതിലേക്ക് പോവാമോ, അല്ലെങ്കിൽ അറ്റ് സം പോയിന്റ് എവിടെയെങ്കിലൊക്കെ അത് കാണിക്കണം. ഇതങ്ങനെ ഒരു രീതിയിലും ആ ഒരു കേസിനെ കുറിച്ച് പിന്നെ ഒരിടത്തും പരാമർശിക്കുന്നില്ല. അവിടെ അത് ഒരിടത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇത് ഇത്രേ ഉള്ളൂ, ഇനി ബാക്കി ഒരു സംഭവം കാണിക്കുന്നുണ്ട്. എന്നാൽ പോലും അതിനൊരു ടോട്ടലി ഒരു കംപ്ലീഷൻ ഇല്ലാത്ത ഒരു രീതിയിലാണ് എനിക്കത് ഫീൽ ചെയ്തത്. ഇപ്പൊ ചിന്താമണി കൊലക്കേസ് പറയുകയാണെങ്കിൽ മെയിൻ ഈ ഒരു കൊലക്കേസിലേക്ക് എത്തുന്ന സമയത്ത് പുള്ളീന്റെ ഒരു ക്യാരക്ടർ എന്നാണ് കാണിക്കാൻ വേണ്ടി മുമ്പത്തെ 2 ഇൻസിഡൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നൈസായിരുന്നു. അത് പിന്നെ ഷാജി കൈലാസ് പടമാണ്, അത് വേറെ കാര്യം. പക്ഷേ നല്ല കാലത്ത് അതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ ഇറക്കാമായിരുന്നു. ഒരു എന്താ പറയാ, ഒരു എന്തോന്നട്ടെ, ഇതൊന്നും വായു വരുന്നില്ല, അടുത്തൊരു പടം ഇറക്കാമായിരുന്നു. പക്ഷെ ഇനിയിപ്പോ എന്തായാലും കാര്യമില്ല. ഷാജി കൈലാസ് അവിടെയാണ്, സുരേഷ് ഗോപിന്റെ കാര്യവും ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, മുമ്പത്തെ ഒരു കേസ് ഇപ്പൊ JSK എന്ന് പറഞ്ഞ ഒരു കേസ് പറഞ്ഞതിന് മുമ്പ് അഫ്കോഴ്സ് ലോയറിനെ കാണിക്കാൻ വേണ്ടി 2-3 കേസ് ഉണ്ടാവും, ശരിയാണ്. അവിടെ ഒരു കംപ്ലീഷൻ വരുത്തിയിട്ടേ ഇങ്ങോട്ട് വരുത്താമായിരുന്നുള്ളൂ എന്നുള്ള ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്കുണ്ട്. പിന്നെന്തോടെ പറയാനായിട്ട്, മ്യൂസിക് ആയാലും വലിയ ഇതൊന്നും ഉള്ളതായിട്ട് തോന്നില്ല. ആവശ്യമില്ലാത്ത ഒരു പാട്ടൊക്കെ ഉണ്ട്. സിനിമാറ്റോഗ്രാഫിയൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഒരു കോർട്ട് റൂം സീൻ ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ വരുന്ന കോർട്ട് റൂം സീൻ ഞാൻ പറഞ്ഞില്ല, അത് അത്യാവശ്യം എൻഗേജിങ് ആയിരുന്നു. നമുക്കൊരു തോന്നുന്നു ഇതെന്തോ അതായത് ഇനി ഇവിടെ വല്ല കുഴപ്പമുണ്ടാവും അവിടെ വല്ല കുഴപ്പമുണ്ടാവും എന്നൊക്കെ തോന്നുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ടോട്ടലി നോക്കുമ്പോൾ ഒരു ആവറേജ് പടം. എനിക്ക് അത്ര ദഹിച്ചെന്ന് ഞാൻ പറയുന്നില്ല, കൊടുത്ത പൈസ അത്ര വസൂലാണെന്ന് ഞാൻ പറയുന്നില്ല. കണ്ട് നോക്കണമെന്നവർക്ക് കണ്ടു നോക്കാം. സുരേഷ് ഗോപി ഫാൻസിന് പോയി കാണാം. ഞാനൊരു ഫാനാണ്, പഴയ പടങ്ങളുടെയൊക്കെ ഫാനാണ്. പത്രം പോലത്തെ സിനിമകളാണെങ്കിലും ലേലം പോലത്തെ സിനിമകളാണെങ്കിലും നമ്മുടെ കമ്മീഷണർ, അങ്ങനത്തെ ഇഷ്ടം പോലത്തെ സിനിമകളുണ്ടല്ലോ, അങ്ങനത്തെ സിനിമകളുടെയൊക്കെ വലിയൊരു ആരാധകനാണ് ഞാൻ. എനിക്ക് തോന്നട്ടെ പുള്ളിക്ക് ഇനി നല്ല എനിക്ക് ഒറ്റക്കൊമ്പൻ ഇനി കുറച്ച് ഹൈപ്പിൽ പറഞ്ഞ ഒരു സിനിമയാണ്. ആ സാധനം നന്നാവുമായിരിക്കാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. സോ ദാറ്റ്സ് ഓൾ വിത്ത് JSK. കണ്ടിട്ടുള്ളവർ പറ്റുമെങ്കിൽ അഭിപ്രായം എന്നെ രേഖപ്പെടുത്തുക. പറ്റാത്തവർ പോയി കിടന്നുറങ്ങിക്കോ. ബൈ ബൈ.